എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണു അങ്ങനെ കളക്ട്രേറ്റിൽ നിന്ന് വിഷ്ണുവിൻ്റെ സമയപരിധി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നേരെ കമലിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ കമലിനോട് പറയും, നീ കമലിനപ്പോൾ ചോദിക്കും പ്രേമലേഖനം ഏറ്റോന്ന് ചോദിക്കും. പിന്നെ ഏറ്റെന്ന് പറയും, നീ ഇത് വായിച്ച് നോക്കാൻ പറഞ്ഞിട്ട് ആ ലെറ്റർ കൊടുക്കുക. അപ്പോൾ കമൽ നോക്കുമ്പോൾ അത് ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ പറയും, ഞാൻ ഇതൊക്കെ മനസ്സിലാക്കി ഇതേ ആ പിള്ളച്ചേട്ടൻ തിരിച്ചു വന്നു, അപ്പോൾ എനിക്ക് തിരിച്ചു വരാനുള്ള വരവായി, നിൻ്റെ ലെറ്റർ നന്നായിട്ട് ഏറ്റു എന്ന് പറയും. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയും. അപ്പോൾ കമൽ നേരെ ഓട്ടോയുടെ കീ എടുത്തിട്ട് വിഷ്ണുവിൻ്റെ കയ്യിൽ വിളിച്ചു കൊടുക്കുക. ഇതല്ലേ ഓട്ടോശ്രീ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് പേടിക്കുന്നതെന്ന് പറയും. അപ്പോൾ കമലിനോട് ചോദിക്കും, നിൻ്റെ പ്രേമം എന്തായി എന്ന് ചോദിക്കും. അപ്പോൾ കമലിനിങ്ങനെ നിൽക്കും. ഇതേ സമയത്ത് നമ്മുടെ സത്യഭാമയുടെ വീട്ടിലാണെങ്കിൽ സത്യഭാമ 2 കുട്ടികൾക്കും പ്ലെയിനും ചോക്ലേറ്റും ഒക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുട്ടികൾ കളിക്കുന്ന സമയത്ത് നമ്മുടെ ശ്യാമയുടെ റൂമിലാണ് ഇരുന്ന് കഴിക്കുന്നത്. അപ്പോൾ സത്യയുടെ പ്ലെയിൻ ഇത് ചെയ്യുമ്പോൾ തന്നെ ഓടും, പപ്പിയുടെ പ്ലെയിൻ ഓടത്തില്ല. അപ്പോൾ പപ്പി ഇങ്ങനെ കുറച്ച് നേരം നോക്കും, പിന്നീട് ശ്യാമയോട് പറയും എൻ്റെ പ്ലെയിൻ ഓടുന്നില്ല എന്ന് പറയും. അപ്പോൾ ശ്യാമ പിടിച്ച് നോക്കുമ്പോഴത്തേന് അതിനകത്ത് എന്തോ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നത്, വർക്ക് ആവത്തില്ല. അപ്പോൾ പറയും, സത്യയുടെ ഓടുന്നുണ്ടല്ലോ. അങ്ങനെ പെട്ടെന്ന് ശ്യാമയ്ക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നിട്ട് സത്യയോട് പറയും, നീ പൊക്കോളാൻ പറയും. അങ്ങനെ സത്യനെ റൂമിൽ നിന്ന് ഇറക്കി വിടും. നിന്നോട് പോകാനല്ലേ എന്നൊക്കെ പറയും. സത്യ അങ്ങനെ വിഷമത്തോടെ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ ചോക്ലേറ്റ് അവിടെ ഉണ്ടായിരുന്നു, ചോക്ലേറ്റ് ആ കവറും എല്ലാം എടുത്ത് സത്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും പൊക്കോളാൻ പറയും. അപ്പോൾ നമ്മുടെ പപ്പി പറയും, എനിക്ക് ചോക്ലേറ്റ് വേണമെന്ന് പറയും. അപ്പോൾ പറയും, നിനക്ക് വേണ്ട, നിനക്ക് അച്ഛൻ വരട്ടെ വാങ്ങിച്ചു തരാമെന്ന് പറയും. അങ്ങനെ സത്യ പുറത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ സത്യ വിഷമത്തോടു കൂടി പുറത്തേക്ക് ഇങ്ങനെ നിൽക്കും. അങ്ങനെ കമലും തൻ്റെ പ്രേമകഥ പറയുകയാണ്, ഇങ്ങനെ ലെറ്റർ കൊടുത്ത കാര്യം. ലെറ്റർ കൊടുത്തതിന് ശേഷം അവൾ വീട്ടിലേക്ക് വിളിക്കുന്നു. അപ്പോൾ നമ്മുടെ കമല വിചാരിക്കും നല്ല ഇതായിട്ട് പറയാം. അപ്പോൾ പറയും, എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട്, അമ്മാവനും ഉണ്ട്, അവിടത്തേക്ക് വരാൻ പറയും. അങ്ങനെ ചെല്ലുകയാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ വെച്ചിട്ട് അവൾ പറയും, ഞാൻ ഈ ലെറ്റർ വായിക്കട്ടെ എന്ന് പറയും. അപ്പോഴേ കമലിന് മനസ്സിലാവും. അപ്പോൾ കമലിന് ഒരു കോൾ വരും. അപ്പോൾ കമലും പറയും, എനിക്ക് ആശുപത്രി കേസുണ്ട്, ഞാൻ പോട്ടെ എന്ന് പറയും. അവിടെ നിൽക്കുക. അങ്ങനെ ലെറ്റർ വായിക്കാൻ തുടങ്ങുന്ന സമയത്ത് അവൾ പറയും, ഇതിനകത്ത് കുറേ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വീണ്ടും കമലിന് ഫോൺ വരും. അപ്പോൾ കമലും പറയും, എനിക്ക് പോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർ അറ്റാക്ക് വന്ന് മരിച്ചു എന്ന് പറയും. അങ്ങനെ അവിടുന്ന് ഓടിച്ചാടി രക്ഷപ്പെട്ട് ഓടുകയാണ്. ഇത് നമ്മുടെ വിഷ്ണുവിനോട് പറയുകയാണ്. അപ്പോൾ വിഷ്ണു ഇത് കേട്ടും പൊട്ടിച്ചിരിക്കും. ഇത് നല്ല കാര്യം തന്നെ എന്ന് പറയും. ഇതേ സമയത്ത് നമ്മുടെ സത്യഭാമയാണെങ്കിൽ നമ്മുടെ രാഘവൻ നായരോട് പഴയ പണി തുടങ്ങാൻ പോവുകയാണെന്ന് പറയുന്നു. പലിശ ബാങ്കിൽ നമ്മുടെ ആധാരം വെച്ച് ലോൺ എടുത്തിട്ട് പലിശപ്പണി, പണ്ടത്തെ പലിശ, എനിക്കിതെല്ലാം തിരിച്ചു പിടിക്കണം, രണ്ടാമത്തെ എൻ്റെ വരവാണ്, വിഷ്ണുവിനെ കളത്തിലേക്ക് ഇറക്കണം എന്നൊക്കെ പറയും. അപ്പോൾ രാഘവൻ നായർ പറയും, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്, അവനൊരു കുടുംബമുണ്ട്, അതൊക്കെ നീ ആലോചിക്കണം, അവളൊരു കലക്ടറാണ് എന്നുള്ള കാര്യമൊക്കെ പറയും. എന്നിട്ട് രാഘവൻ നായർ പറയും, ഇതൊന്നും എന്നോട് പറഞ്ഞു നീ വരരുതെന്ന് പറയും. അതൊന്നും സത്യഭാമ കേൾക്കത്തില്ല. എന്തായാലും സത്യഭാമ അതിന് മെനക്കെട്ടിറങ്ങുകയാണ്, തൻ്റെ പ്രതാപം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേ സമയത്ത് നമ്മുടെ ശ്യാമയാണെങ്കിൽ ഈ പ്ലെയിനും എടുത്തിട്ട് രോഹിത്തിൻ്റെ അടുത്ത് പോകും. രോഹിത്ത് ഇത് കണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ രോഹിത്ത് പറയും, ഇത് ആ പപ്പിയുടെ സത്യയുടെ കയ്യിലുണ്ടായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കാതെ, പപ്പി മോൾക്ക് കൊടുത്തത് വർക്കാകാത്തതും സത്യക്ക് കൊടുത്തത് നല്ല സാധനം, ഈ വേർതിരിവ് എനിക്കിവിടെ സഹിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറയും. അപ്പോൾ രോഹിത്ത് പറയും, സഹിച്ചേ പറ്റത്തുള്ളൂ, ഒരു 2 മാസം എങ്ങനെയും നീ സഹിക്കണം, ഞാൻ ഗൾഫിലേക്ക് ഒരു ജോലി ശരിയാക്കുന്നുണ്ട്, അതുവരെ നീ നിന്നേ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ ശ്യാമ ഇത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കും. ശ്യാമയ്ക്ക് അതൊന്നും പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ നിൽക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെയാണ് അവസാനിക്കുന്നത്. അങ്ങനെ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ വിഷ്ണു നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് വലിയൊരു ജീപ്പ് പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ വിഷ്ണു ഇങ്ങനെ ചുറ്റുപാട് നോക്കി, എന്താണിത്, എന്താ പെട്ടെന്നാണ് സത്യഭാമ കീയുമായിട്ട് വരുന്നത്. അങ്ങനെ വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് ഫസ്റ്റ് ഈ കീ വെച്ച് കൊടുക്കും. കീ വാങ്ങും വിഷ്ണു. അതിനുശേഷം കുറച്ച് പണം എടുത്തിട്ട് കൊടുക്കും. അത് ചന്തയിലുള്ള ആർക്കോ കൊണ്ട് കൊടുക്കണം എന്ന് പറയും. പഴയ പലിശയല്ല, പുതിയ പലിശയാണ്, അല്ലെങ്കിൽ നീ അങ്ങോട്ട് വരും എന്ന് പറയണമെന്ന് പറയും. അപ്പോൾ വിഷ്ണുവിന് പെട്ടെന്ന് പിടികിട്ടത്തില്ല. വിഷ്ണു അതെല്ലാം വാങ്ങുന്നുണ്ട്. ഇത്രയൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.